മലയാളികളുടെ സ്വന്തം മല്ലൂസ് ചെസ് മല്ലൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റായിഡുവിനെയാണ് എതിരാളിയായിട്ട് കിട്ടിയിരിക്കുന്നത്. റായിഡു, അമ്പായട്ടി റായിഡു. പുള്ളിയുടെ പേര് അമ്പായട്ടി റായിഡു എന്ന് കേട്ടോ. മറ്റേ ക്രിക്കറ്റ് കളിക്കാരനുമായിട്ട് യാതൊരു സാമ്യമില്ലാത്ത ഒരു അമ്പായട്ടി റായിഡു. എന്തായാലും പുള്ളി വൈറ്റ് സൈഡാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ D4 കളിച്ച് ഓപ്പൺ ചെയ്യുന്നു. പുള്ളി D4 കളിച്ച് ഓപ്പൺ ചെയ്യുന്നു. സംഭവം അധികം 13 മൂവ്മെൻറ്റ് ചെയ്തോളൂ കേട്ടോ. 13 മൂവ്മെൻറ്റിൽ നടന്ന അത്യുജ്വലമായ കളിയാണ് ഇവിടെ നടക്കുന്ന മക്കളെ. 13 നീക്കം. ആര് ജയിക്കും, എങ്ങനെ ജയിക്കുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് കണ്ടു നോക്കാം. 13 മൂവിൽ ആര് വീഴും, ആര് വാഴും. എന്തായാലും നൈറ്റ് ഇറക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ chess.com പറയുന്നത് നൈറ്റ് ഇറക്കാനായിരുന്നു. ഞാൻ നൈറ്റ് ഇറക്കിയില്ല, ഞാൻ D5 കളിച്ചു. അടുത്ത് അവർക്കുള്ളത് വന്നിരിക്കുന്നുണ്ട്, ബിഷപ്പിനെ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി അതനുസരണ ഇല്ലാതെ തന്നെ E3 കളിച്ചു. E3 നമ്മളിനി അത് നോക്കുന്നില്ല. നമ്മൾ അടുത്ത C6 കളിച്ചു. നമ്മുടെ പോണിനെതിരെ ഒരു സ്ട്രോങ് ആയ ഒരു ഡിഫൻസ് വെച്ചിട്ടുണ്ട്. ദെൻ പുള്ളി അറ്റാക്കിലേക്ക് കടക്കുന്നു. E4 നീക്കി അമ്പാട്ടി റായിഡു എന്താണ് ഉദ്ദേശിക്കുന്നത് റായിഡു? എന്തായാലും ഇതുപോലത്തെ വെറൈറ്റി പേരുകൾ വരുവാണെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്തൊക്കെയാണ് പറയുന്നത്, പോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ലപോലെ കമൻറ്റ് ചെയ്തോ. എന്തായാലും നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ നൈറ്റിനെ ഇറക്കി. എന്തായാലും വെട്ടി. നല്ലൊരു കിടിലൻ മൂവ്മെൻ്റ് ആട്ടോ. ഇസ് ദ ബെസ്റ്റ് മൂവ്മെൻ്റ് എന്നാണ് നമ്മുടെ chess.com പറയുന്നത് ആ മൂവ്മെൻറ്റിനെ. എന്തായാലും നമ്മൾ നൈറ്റിനെ ഇറക്കി. അത് ഈസ് എ മിസ്റ്റേക്ക് എന്നാണ് കളിച്ചേക്കുന്നത്. നമ്മൾ കളിച്ചത് മിസ്റ്റേക്കായി. എന്തർത്ഥത്തിലാണ് ആ കളിച്ചത്? നമ്മളല്ലെങ്കിലും മിസ്റ്റേക്കല്ലേ കളിക്കൂ, നമ്മളല്ലെങ്കിലും ബ്ലണ്ടറിൽ കളിക്കൂ. എന്തായാലും നമ്മൾ മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ഇല്ലാതൊന്നും ചെയ്യത്തില്ലെന്നറിയാമല്ലോ. അത് എന്തായാലും പുള്ളി വീണ്ടും ബെസ്റ്റ് നീക്കം. വെട്ടി എവിടെ കയറി പോകാമെന്നോ എന്തോ. വെട്ടി അമ്പാട്ടി റായിഡു എന്നാലും ഒരു മര്യാദയൊക്കെ കാണിക്കേണ്ട റായിഡു. ഇത് വെട്ടി എവിടെ കയറി പോകും. എന്തായാലും 5ാമത്തെ മൂവ്മെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. 5ാമത്തെ മൂവ്മെൻറ്റ് എന്തായാലും അധികം വളരാൻ വിടുന്നില്ല. ഇങ്ങോട്ട് വരുന്ന ഉടനെ നമ്മൾ വെട്ടി വിടുന്നു. എതിരാളിയുടെ തല വെട്ടി വിടുന്നു. നമ്മൾ എങ്ങനെ എവിടെ കയറി പ്ലാൻ ചെയ്യാം, എവിടെ കയറി അറ്റാക്ക് ചെയ്യാം. എന്തായാലും ആളെ വെട്ടാൻ പറ്റുമെന്നോ നോക്കട്ടെ. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇത് സാധിക്കത്തില്ല, കാരണം ഇത് വന്ന് വെട്ടും യുനോ. പിന്നെ നോക്കാം നമുക്ക്. പുള്ളി എന്തായാലും അറ്റാക്കിലേക്ക് കിടക്കാൻ പോവുകയാണ്. നമുക്ക് വെട്ടിയാലോ? ഇത് വെച്ച് വെട്ടണോ? നൈറ്റ് വെച്ച് വെട്ടാൻ സാധ്യതയുണ്ട്, മന്ത്രി വെച്ച് വെട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് ഒരു അറ്റാക്കുകയും ചെയ്യും. ചാൻസ് നോക്കുകയാണ് മോനൂസേ ഓഫ് നൈറ്റ്. അവർ നല്ല കിടിലൻ കളികളാട്ടോ. ഇതും വീണ്ടും എനിക്ക് കാണിച്ചേക്കുന്നത് ഇത് ഈസ് എ ബ്ലണ്ടർ എന്നാണ് കാണിക്കുന്നതെല്ലാം ബ്ലണ്ടറാണ്. പക്ഷെ ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വഴിയില്ല. ആൾ വെച്ചും മന്ത്രി വെച്ചൊക്കെ നമുക്ക് പവറുണ്ട്. പക്ഷെ നമുക്കിനി വേണമെങ്കിൽ ആൾക്കാരെ എല്ലാം ഒന്ന് ഇറക്കേണ്ട ടൈമായി കേട്ടോ. നമ്മളെല്ലാവരും അതുപോലെ തന്നെ വെച്ചേക്കുവാണ്. ആൾക്കാരെയൊക്കെ ഒന്ന് ഇറക്കേണ്ട ടൈമായി. ഇസ് ബെസ്റ്റ് മൂവ്. അവർ ആദ്യത്തെ ബ്ലണ്ടർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ബ്ലണ്ടർ കാണിച്ചു. ബ്ലണ്ടർ എന്ന് പറയാക്കത്തില്ല, അവർ കളിച്ചു. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ആദ്യത്തെ ചെക്ക് വിളിച്ചിട്ടുണ്ട്. ചെക്ക് എന്തായാലും മന്ത്രി വെച്ച് തടയാൻ പറ്റും, ബിഷപ്പിനെ വെച്ച് തടയാൻ പറ്റും, അതുപോലെ തന്നെ ആളെ നീക്കി തടയാൻ പറ്റും, അതുപോലെ തന്നെ നൈറ്റിനെ ഇറക്കി തടയാൻ പറ്റും. ചാൻസ് ഒത്തിരിയുണ്ട്. പിന്നെ എന്തിന് നീ ചെക്ക് വിളിച്ചെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു കാര്യമില്ലാതെ നീ. എന്തായാലും പുള്ളി നല്ല കിടിലെ ഒരു മിസ്റ്റേക്കും കാണിച്ചു. ഇത്രയും തടയാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിട്ടും, കാരണം മറ്റേ ആനയെ വെച്ചൊക്കെ തടഞ്ഞായിരുന്നെങ്കിൽ എനിക്കവിടെ നിന്ന് തിരിച്ച് ഓടാനല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. വേറെ മറുപടി ഇല്ലായിരുന്നു. ഓടുക മാത്രമേ ഉള്ളായിരുന്നു. കണ്ടം വഴി ഓടുക മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും കിങ്ങിനെ അവിടെ നിന്ന് മൂവ് ചെയ്തു. കിങ്ങിനെ മൂവ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ബ്ലണ്ടറാണ്. 8ാമത്തെ മൂവാണ് കേട്ടോ. എന്തായാലും കിങ് മൂവ് ചെയ്തു. നമ്മൾ അടുത്ത ചെക്ക് വിളിച്ചിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിലും ആനയെ ഇറക്കാം. ആന ഇറക്കി വെക്കാം. പക്ഷെ ആന ഇറക്കിയാലും നൈറ്റ് വെച്ച് വെട്ടി ഇല്ല, ചാൻസ് ഇല്ല. ചെക്ക് മേറ്റ് ആവും കേട്ടോ. യെസ്,
ഇത് ഇവിടുന്ന് കിങ് മാറ്റി വെക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാകും വഴി. ഇവിടെ ഒന്ന് തടയും, ഞാൻ ഇവിടെ നിന്ന് വെട്ടി ചെക്ക്മേറ്റ് ആകും. അപ്പം ഇങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് മാറ്റാൻ അങ്ങനെ ചെക്ക്മേറ്റ് ആവും. ആകെ കൂടി ഒരു ഗുലുമാലാവും. അടുത്തത് മന്ത്രി ഇറക്കി. പുള്ളിക്ക് അബദ്ധം പറ്റിയതാണോ? നമ്മൾ കിട്ടിയ നമ്മൾ വെറുതെ വിടുമോ? അതെന്താണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് പുള്ളി കളിച്ചതെന്ന് അറിയത്തില്ല. അത് മിസ്റ്റേക്ക് തന്നെയാണ്. അല്ലാതെ എന്തൊരു മൂവ്മെൻ്റ് ഉണ്ട് നോക്കട്ടെ. യെസ്, അല്ലാതെ കുറേ മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. അതൊരു പന്ന മൂവ്മെൻ്റ് അല്ലായിരുന്നു, കുറേ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ബെസ്റ്റ് മൂവ്മെൻറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുന്നതായിരുന്നു ബെസ്റ്റ് മൂവ്മെൻറ്റ്. എന്തായാലും അത് കളിച്ചിട്ടില്ല. യെസ്, നമ്മൾ അവരുടെ മന്ത്രിയെ ചാടി വന്നങ്ങ് പിടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയുമില്ല, ചാടി വന്നെടുത്തിട്ടുണ്ട്. പുള്ളി മാറ്റി. നമ്മൾ അടുത്ത നൈറ്റിനെ കൊണ്ട് ചെല്ലുകയാണ്. ഏകദേശം 10ാമത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവർ റൂക്കിനെ ഇറക്കാനാണ് തോന്നുന്നു. എന്തായാലും ഇതെല്ലാം ബെസ്റ്റ് മൂവ്മെൻറ്റുകളാണ് കേട്ടോ. നമ്മളടുത്ത ചെക്ക് വിളിച്ചു. ഓടാൻ വഴിയുണ്ട് കേട്ടോ. ഒരു ചാൻസ്, ഒന്നല്ലല്ലേ, ഒന്നിൽ കൂടുതൽ ചാൻസ് ഉണ്ട്. 2 ചാൻസ് എങ്ങാണ്ട് ഓടാനുണ്ട്. എന്തായാലും എങ്ങോട്ടെങ്കിലും ചാടി ബെസ്റ്റ് മൂവാണ്. ചാടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് മന്ത്രി വെച്ച് ആളെ വെട്ടിയെടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ആന ഇരിപ്പുണ്ട്. ഓർക്കാതെ കയറി മണ്ടത്തരമായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കളയും ചിലവർ. അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് ചാടുന്നു. എന്തായാലും റൂക്കിന് മുമ്പിലുള്ള ആളെ തന്നെ മുന്നോട്ടിറക്കിക്കൊണ്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും കയറി അറ്റാക്ക് ചെയ്യാം. ചെക്ക്. 2 മൂവ്മെൻറ്റാണ് ഇനി പുള്ളിക്കുള്ളത്. ഞാൻ ജയിച്ചിരിക്കുന്നു. മൂവ്മെൻറ്റ് പുള്ളിക്ക് ടൈമില്ലായിരുന്നു കേട്ടോ. 1 മിനിറ്റ് കളിയാണല്ലോ ഇത്, അതുകൊണ്ട് ടൈമില്ലായിരുന്നു. ഐശ്വര്യമായിട്ട് പുള്ളി തോറ്റിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ മറ്റുള്ള വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ചെസ് മാലോ. താങ്ക് യു.